ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വ്യാഴാഴ്ച പൗർണമിയാണ്, വൃശ്ചിക മാസത്തിലെ പൗർണമി. അതുമാത്രവുമല്ല, അന്ന് അന്നപൂർണ ജയന്തിയും കൂടിയിട്ടാണ്. ഒപ്പം തന്നെ കേരളത്തിൽ തൃക്കാർത്തികയായിട്ട് ആഘോഷിക്കുന്നത് നാളെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ലക്ഷ്മി പൂജകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ നിങ്ങൾക്ക് അതേ ഫലം ലഭിക്കാൻ വേണ്ടി നാളെ തൃക്കാർത്തിക ദിവസം ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, നാളെ മാർഗശീർഷ മാസത്തിലെ രണ്ടാമത്തെ ലക്ഷ്മി പൂജയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് ചെയ്തിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ആഴ്ചയും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യണം. ആദ്യത്തെ വീക്ക് ചെയ്യാൻ പറ്റാത്തവർ ആദ്യത്തെ വീക്കിലെയും നാളത്തെയും കൂടെ ഒന്നിച്ചുള്ള നിവേദ്യം ഉണ്ടാക്കി സമർപ്പിച്ചാൽ മതിയാവും. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തരാം. അപ്പോൾ നാളെ അതുമാത്രവുമല്ല, കുറച്ച് പേരൊരു സംശയം എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ കാർത്തിക ദീപം തെളിയിക്കുന്നത് ഇന്നാണോ നാളെയാണോ എന്നുള്ളത്. ഞാൻ കാർത്തിക ദീപം തെളിയിക്കുന്നത് ഇന്നാണ്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സന്ധ്യയ്ക്ക് കാർത്തിക നക്ഷത്രം വരുന്ന ദിവസമാണ് ഞങ്ങൾ ഇവിടെയൊക്കെ കാർത്തിക ദീപമായിട്ട് കൊളുത്തുന്നത്. തന്നെയുമല്ല, നാളെ കൊളുത്തിയാൽ 2:51 കാർത്തിക നക്ഷത്രം അവസാനിക്കും. പക്ഷേ കാർത്തിക നക്ഷത്രം ആ ദിവസത്തെ സൂര്യോദയ സമയത്തെ അടിസ്ഥാനപ്പെടുത്തി വൈകിട്ട് വരെ ഉണ്ടെന്ന് പറഞ്ഞാലും കാർത്തിക ദീപം ഭഗവാൻ മുരുകനെ ഉദ്ദേശിച്ചുകൊണ്ട്, മഹാലക്ഷ്മിയെ ഉദ്ദേശിച്ചുകൊണ്ട് കൊളുത്തുമ്പോൾ ആ ഒരു ദിവസമാണ് ഞാൻ കൊളുത്തുന്നത്. അതുമാത്രവുമല്ല, നാട്ടിൽ പൗർണമിയും കാർത്തിക നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസമാണ് നമ്മൾ തൃക്കാർത്തികയായിട്ട് ആഘോഷിക്കുന്നത്. കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യാഴാഴ്ച ചെയ്താൽ മതിയാവും. അത് ഓരോരുത്തരുടെ താല്പര്യാർത്ഥമാണ്. കാരണം ഇന്നലെ ഭരണദീപം കൊളുത്തി, ഇന്ന് വൈകിട്ട് കാർത്തിക ദീപം കൊളുത്തി ആഘോഷിക്കും. നിങ്ങൾക്കത് നാളെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്തോളൂ. ഒരുപാട് പേര് ആ ഒരു സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കാർത്തിക ദീപം കൊളുത്തി ആഘോഷിച്ചാലും നാളെ കാർത്തിക ദീപം കൊളുത്തി ആഘോഷിച്ചാലും നമുക്ക് ഒരേ ഫലം തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ നാളെ പൗർണമിയും കൂടി ഉള്ളതുകൊണ്ട് ഒരു ഇരട്ടി ഫലം നമുക്ക് കിട്ടും. ഇനി നാളത്തെ ദിവസം, നാളെ രോഹിണി നക്ഷത്രവും പൗർണമിയും കൂടി ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ചന്ദ്രഭഗവാൻ 27 ഭാര്യമാരാണ് ഉള്ളതെന്നുള്ളത്. അതിൽ തന്നെ രോഹിണിയോടാണ് ചന്ദ്രന് വളരെയധികം പ്രിയം. അതുമാത്രവുമല്ല, രോഹിണി നക്ഷത്രം വരുന്ന ദിവസത്തിൽ ചന്ദ്രഭഗവാൻ ഒരു മയക്കവുമുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രത്തിൽ നാളെ വരുന്ന പൗർണമി വളരെയധികം ഓസ്പീഷ്യസ് ആണ്. നാളെ ഉച്ചയ്ക്ക് 2:51 കാർത്തിക നക്ഷത്രം അവസാനിച്ചിട്ട് പിന്നെ രോഹിണി നക്ഷത്രം ആരംഭിക്കും. സോ നാളെ നിങ്ങൾ വീട്ടിൽ ശ്രീചക്രമുള്ളവരാണെങ്കിൽ തീർച്ചയായും ശ്രീചക്രത്തിന് അഭിഷേകം ചെയ്ത് ലളിതാ സഹസ്രനാമം കൊണ്ടോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം കൊണ്ടോ ശ്രീചക്രത്തെ കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. കാരണം ശ്രീചക്രം എന്ന് പറയുന്നത് അതൊരു യന്ത്രമാണെന്നുള്ളത് നമുക്കറിയാം. പൗർണമി ദിവസങ്ങളിൽ അത് എനർജി ചെയ്യാൻ വളരെയധികം ഉത്തമമാണ്. അതുമാത്രവുമല്ല, നാളെ രോഹിണി നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൻ്റെ കോലം എന്ന് പറയുന്നത് ചക്രമാണ്. അതുകൊണ്ട് തന്നെ നാളെ വീട്ടിൽ ശ്രീചക്രമുള്ളവർ തീർച്ചയായിട്ടും ശ്രീചക്ര പൂജ ചെയ്യണം. പിന്നെ ലക്ഷ്മി പൂജയെക്കുറിച്ച്, ഇപ്പം വ്യാഴാഴ്ച ദിവസമാണ് നാളെ എന്നതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു ലക്ഷ്മി പൂജ പറയുന്നില്ല. തൃക്കാർത്തിക ബേസ് ചെയ്താണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനുള്ള പൂജയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അന്നപൂർണ ജയന്തിയാണ് നാളെ എന്നുള്ളത് ഞാൻ പറഞ്ഞു. നാളത്തെ ദിവസം നമ്മുടെ അടുക്കളയിലെ തെക്ക് കിഴക്ക് ഭാഗത്ത്, നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിലെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ദീപം കൊളുത്താനുള്ള സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ രാവിലെയോ നാളെ വൈകിട്ടോ ഇല്ലെങ്കിൽ 2 നേരവും നിങ്ങളൊരു ദീപം കൊളുത്താവുന്നതാണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് ഫേസ് ചെയ്ത് വേണം ദീപം കൊളുത്താൻ. ഒരു ചെറിയ പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു വാഴയിലയിൽ ഒരു പിടി പച്ചരി ഇട്ടിട്ട് അതിന് മുകളിൽ ഒരു മൺവിളക്ക് വെച്ചിട്ട് ദീപം കൊളുത്തണം. ദീപം കൊളുത്തിയിട്ട് അന്നപൂർണ സ്തോത്രം അത് ഒരു 3 പ്രാവശ്യം ജപിക്കണം. ഇല്ലെങ്കിൽ ഓം അന്നപൂർണ ദേവിയെ നമ എന്നുള്ള മന്ത്രം ഒരു 27 പ്രാവശ്യം ജപിക്കണം. കാരണം നമ്മുടെ വീട്ടിൽ അന്നത്തിന്, വസ്ത്രത്തിന് ഒന്നിനും ഒരു ഉണ്ടാവരുത്. അന്നപൂർണേശ്വരിയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലാണ്. സോ ഇപ്പോൾ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലർക്ക് അന്നപൂർണേശ്വരി ദേവിയെ അടുക്കളയിൽ വെക്കാൻ താല്പര്യമില്ലായിരിക്കും. അങ്ങനെയുള്ളവർ ഈ ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ദീപം കൊളുത്തുന്നത് നമ്മുടെ വീട്ടിൻ്റെ ശ്രേഷ്ഠതയ്ക്കും ഉന്നമനത്തിനും വളരെയധികം നല്ലതാണ്. ദാരിദ്ര്യ ദുഃഖം അകലാനും നമ്മളെ സഹായിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നാളെ വ്യാഴാഴ്ചയാണ്
തൃക്കാർത്തിക നിങ്ങൾ നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നാളത്തെ ദിവസം നോൺ വെജ് കുക്ക് ചെയ്യാനേ പാടില്ല. ഇനി നോൺ വെജ് കുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, വീട്ടിലുള്ളവർക്ക് നിർബന്ധമാണ് എന്നുള്ളവർ ഒന്നെങ്കിൽ ഇന്ന് വല്ലതും വാങ്ങിച്ച് കുക്ക് ചെയ്ത് വെക്കുക, അങ്ങനെ അല്ലെങ്കിൽ നാളെ രാവിലെ വല്ലതും വാങ്ങി കുക്ക് ചെയ്ത് ഉച്ച കഴിയുമ്പോഴേക്കും നല്ല ക്ലീനാക്കി വെക്കണം. കഴിവതും വാങ്ങിക്കാതെ കുക്ക് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അത്ര നിർബന്ധമാണെങ്കിൽ വെളിയിൽ പോയി കഴിക്കാനൊക്കെ പറയുന്നതാകും ഏറ്റവും നല്ല കാര്യം. നാളത്തെ ദിവസം കഴിയുന്നതും കുക്ക് ചെയ്യാതിരിക്കാനായിട്ട് നോക്കണം. കാരണം ഒരു ദിവസം, വർഷത്തിലെ ഒരേ ഒരു ദിവസം അന്നപൂർണേശ്വരിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് അന്നം ചെല്ലണം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം നമുക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നാളെ വൈകിട്ട് ഇപ്പം തൃക്കാർത്തികയ്ക്ക് ഞാനൊരു പൂജ പറഞ്ഞു തന്നിരുന്നല്ലോ. നമ്മൾ ഒന്നെങ്കിൽ ശ്രീവസ്ത്രം വലുതായിട്ട് വരച്ച്, ഇല്ലെങ്കിൽ ഐശ്വര്യകോലം, അങ്ങനെ അല്ലെങ്കിൽ 16 അടുക്കുള്ള താമര വരച്ചിട്ടുള്ള പൂജ. ചിലർക്ക് ഇതൊന്നും വീട്ടിൽ ചെയ്യാനുള്ള നിർവാഹമില്ല. അതിപ്പം മാർഗശീർഷ ലക്ഷ്മി പൂജയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ തൃക്കാർത്തിക ലക്ഷ്മി പൂജയാണെങ്കിലും വീട്ടിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വളരെ എളിയ എന്നാൽ പവർഫുള്ളായിട്ടുള്ള ഒരു ലക്ഷ്മി മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങൾ സാധാരണ കൊളുത്തുന്ന നിങ്ങളുടെ നിലവിളക്ക് മതിയാവും. ഇപ്പോൾ 2 തിരിയിട്ടാണ് നിങ്ങൾ നിലവിളക്ക് കൊളുത്തുന്നതെന്നുണ്ടെങ്കിലും നാളത്തെ ദിവസം നെയ്യൊഴിച്ച് 5 തിരിയിട്ട് തന്നെ വിളക്ക് കൊളുത്താനായിട്ട് ശ്രമിക്കണം. അത് അത്യാവശ്യമാണ്, നിങ്ങൾ ചെയ്യുക തന്നെ വേണം. അതിൽ ഒരു മടി കാണിക്കരുത്. എന്നിട്ട് നിങ്ങളിപ്പോൾ പൂജാമുറിയൊക്കെ വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വിളക്കിന് വെക്കുന്നവരാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു പ്ലേറ്റിലായിരിക്കുമല്ലോ വിളക്ക് വെക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ ഒരു വാഴയില എന്താണെങ്കിലും അതെടുത്തിട്ട് അതിൽ നല്ലവണ്ണം പൂക്കൾ വെക്കുക. സാധാരണ നമ്മൾ വിളക്ക് വെച്ചിട്ട് അതിന് ചുറ്റുമാണ് പൂക്കൾ വെക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ആദ്യം പൂക്കളെന്ന് പറയുമ്പോൾ വെള്ള കളറിലെ, ചുമന്ന കളറിലെ പൂക്കളൊക്കെ എടുക്കാവുന്നതാണ്. താമരപ്പൂവ്, റോസപ്പൂവ്, മുല്ലപ്പൂവ്, അതേപോലെ തന്നെ ചെമ്പകപ്പൂവ്, നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ അതെന്താണെങ്കിലും ആ വിളക്കിൻ്റെ ആ ഒരു പ്ലേറ്റിൽ, ബ്രാസിൻ്റെ പ്ലേറ്റിൽ നന്നായിട്ട് നിറയ്ക്കുക. ഇനി അങ്ങനെയല്ല, വാഴയിലയാണെങ്കിൽ അതിലാണെങ്കിലും മതിയാവും. എന്നിട്ട് അതിന് പുറത്തായിട്ട് നമ്മൾ വിളക്ക് വെക്കുക. നല്ല വെയിറ്റുള്ള വിളക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിളക്ക് അനങ്ങുകയൊന്നുമില്ല. ഇനി നിങ്ങൾക്കങ്ങനെ വെക്കാൻ പറ്റില്ല, വിളക്ക് അനങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിളക്കിരിക്കുന്ന ആ ഭാഗത്തെ പൂ മാത്രം ഒരു ശകലം മാറ്റിയിട്ട് വെച്ചാൽ മതിയാവും. അതിനുശേഷം നമ്മൾ ആ വിളക്കിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊടുന്നവരാണെങ്കിൽ അതൊക്കെ തൊട്ട് നിറച്ച് നെയ്യൊഴിച്ച് ആ ഒരു വിളക്കിൽ 5 തിരിയിടണം. 5 തിരിയിട്ടതിന് ശേഷം നിലവിളക്ക് നമ്മൾ കൊളുത്തിയിട്ട് പച്ചക്കർപ്പൂരമുണ്ടെങ്കിൽ ആ ഒരു കർപ്പൂരം പൊടിയാക്കിയിട്ട് ആ ഒരു വിളക്കിലോട്ട് നമ്മൾ ഇടണം. ഇട്ടതിന് ശേഷം വെളുത്ത കളറിൽ എന്തെങ്കിലും ഒരു പുഷ്പം, എന്ത് പുഷ്പവുമായിക്കൊള്ളട്ടെ, മുല്ലപ്പൂ ആണെങ്കിലും മതിയാവും, വെളുത്ത ചെമ്പകം, വെളുത്ത ശംഖുപുഷ്പം, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് വെളുത്ത കളറിലെ ആ ഒരു പുഷ്പമെടുത്ത് ആ വിളക്കിൽ നമ്മൾ ആദ്യം തന്നെ മഹാലക്ഷ്മി ദേവി എൻ്റെ ഈ പൂജ ഇവിടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പൂ ആ വിളക്കിന് സമർപ്പിക്കുന്നു. അപ്പം മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം 108 പ്രാവശ്യം ഓം ശ്രീം ശ്രീയേ നമ ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കണം. വെറും 108 പ്രാവശ്യം മാത്രം ജപിച്ചാൽ മതിയാവും. ഓം ശ്രീം ശ്രീയേ നമ അത് ജപിക്കുക. നിങ്ങളുടെ കയ്യിൽ താമര വിത്ത് മാലയുണ്ടെങ്കിൽ അതെടുക്കാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ രുദ്രാക്ഷമാലയോ സ്ഫടികമാലയോ തുളസിമാലയോ എന്ത് മാലയാണോ ഉള്ളത് ആ ഒരു മാല കൊണ്ട് ജപിക്കണം. 108 പ്രാവശ്യം മാത്രമേ ജപിക്കാവുള്ളൂ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതിനുശേഷം നാളത്തെ ദിവസം പാൽ പായസമോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പാലോ കാച്ചി നേദ്യമായിട്ട്, ഇന്ന് വരെ നിവേദ്യം വെക്കാത്തവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം ഇത് വെക്കാനായിട്ട് ശ്രമിക്കണം. ഇതും വെച്ച് നമ്മൾ ദേവിയോട് ഈ ഒരു വർഷം, അതായത് അടുത്ത തൃക്കാർത്തിക വരെ നമ്മുടെ കുടുംബത്തിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വലിയ കോലം വരച്ചിട്ടുള്ള ലക്ഷ്മി പൂജ പറഞ്ഞിട്ടുണ്ട് തൃക്കാർത്തികൾക്ക്. അത് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യാൻ സാധിക്കാത്തവർ ഈ ഒരു കാര്യം ചെയ്താൽ മതിയാവും. ഇത്
നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഇരട്ടി സൗഭാഗ്യം കൊണ്ടുവന്ന് തരും. കാരണം തൃക്കാർത്തികയ്ക്ക് നമ്മൾ മഹാലക്ഷ്മി ദേവിയെ വിളക്കുകൊണ്ട് പൂജിച്ചാൽ, വിളക്കിനെ മഹാലക്ഷ്മിയായി കണ്ട് പൂജിച്ചാൽ ആ ഒരു വർഷം മുഴുവൻ ആ കുടുംബത്തിൽ ആ വിളക്കിൻ്റെ ജ്വാലയിൽ എത്രമാത്രം ഐശ്വര്യമുണ്ടോ ആ ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം 5 തിരിയിട്ട് ഭദ്രദീപം കൊളുത്തി തന്നെ നിങ്ങളിത് പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ ആ വിളക്കിനെ അലങ്കരിച്ച് വസ്ത്രമൊക്കെ ചാർത്തി പൂവൊക്കെ ചാർത്തി പൂജ ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ വളരെ നല്ലതാണ്. നമ്മുടെ കുടുംബത്തിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സെലിബ്രേഷൻസ് വരുമ്പം നമ്മൾ ആ രീതിയിൽ പൂജ ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് നല്ല രീതിയിൽ കിട്ടും. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കിയിട്ട് ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു വർഷം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതുമാണ്. ഇത് കോലം ഒന്നും വരച്ചു, കാരണം ഒരുപാട് പേര് പറയുന്നൊരു പരാതിയാണ് അവരുടെ വീട്ടിൽ പൂജകളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പം മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് കുഴപ്പമില്ല ചേച്ചി, ഞങ്ങൾക്ക് മന്ത്രങ്ങൾ ചൊല്ലാം, അപ്പം മന്ത്രങ്ങൾ പറയാമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, പുഷ്പങ്ങൾ കൊണ്ട് നമ്മുടെ വിളക്കിനെ ഒന്ന് അലങ്കരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളൊരു വെളുത്ത പുഷ്പവും കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിൽ ചുറ്റും നിൽക്കുന്നവർക്ക് ഒരു തെറ്റ് കാണാനായിട്ട് പറ്റുകയുമില്ല. സോ വിശ്വാസപൂർവ്വം നാളെ ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.